നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളെ വെട്ടിക്കൊന്നു. പോത്തുണ്ടി സ്വദേശി ലക്ഷ്മിയുടെ മകൻ സുധാകരൻ പോത്തുണ്ടി സ്വദേശി ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. മരിച്ച സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. വിവരങ്ങളുമായി അരുണാലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ, ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലാണ് ഇത്തരമൊരു സംഭവം. ഒരു അമ്മയെയും മകനെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് യുവതിയുടെ ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് പോത്തുണ്ടി സ്വദേശി സുധാകരൻ 58 വയസ്സ്, അതുപോലെ തന്നെ മാതാവ് ലക്ഷ്മി 76 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനെയും ആക്രമിച്ച ശേഷം ചെന്താമര എന്ന ആക്രമി അവിടെ നിന്ന് ഒളിയുകയായിരുന്നു. ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ തമ്മിൽ അടുത്ത വീട്ടുകാരാണ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ചെന്താമര കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയത്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ഇത്തരമൊരു അരും കൊല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അമ്മയെയും മകനെയും ഇങ്ങനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് നാടിനെ നടുക്കിയ ഒരു സംഭവം എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകുന്നു. നാട്ടുകാർ പറയുന്നത് ഈ വ്യക്തി വളരെ ഒരു സൈക്കോ ക്യാരക്ടറാണ്. അതല്ലെങ്കിൽ നല്ല നിലയിൽ നല്ല ഡ്രസ്സുകൾ ധരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഇയാൾ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കും. അങ്ങനെ ഇയാളുടെ സ്വഭാവം ഒരു വളരെ സവിശേഷമായ സ്വഭാവമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴേതായാലും ഈ 2 പേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? നേരത്തെ ഈ സുധാകരൻ പറഞ്ഞ ആളുടെ ഭാര്യനെ കൊലപ്പെടുത്തിയാണ്. അപ്പോൾ അതിൻ്റെ ആ കുടുംബം മൊത്തം തകർക്കാനുള്ളൊരു സംവിധാനത്തിനാണ് പുള്ളി ഈ ഒരു 2 ആളെയും, ഭാര്യയും അമ്മയും മറ്റേ ഭർത്താവിനെയും മറ്റേ അമ്മനെയും വെട്ടിക്കൊന്നിരിക്കുന്നത്. എന്താണ് ഇയാളിങ്ങനെ പ്രകോപനം ഉണ്ടാകുന്നത്? പ്രകോപനം എന്ന് പറഞ്ഞാൽ പുള്ളി സൈക്കോൻ്റെ ഒരു മെന്റലിസ്റ്റുള്ള ആളാണ്. കാരണം ഒരു മന്ദവായിൻ്റെ അതൊക്കെയാണ്. മന്ദവായി അത് പറഞ്ഞു, മന്ദവായി ഇത് പറഞ്ഞു കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സൈക്കോൻ്റെ ഒരു ആളാണ് പുള്ളിക്ക്. അത് രാവിലെ എങ്ങനെയാണ് കാണുന്നത്? പോകുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ പോകുമ്പോൾ ആ സുധാകരൻ വട്ടയ്ക്ക് മരിച്ചു കിടക്കണം. ആ അമ്മ കുറച്ച് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മനെ എടുത്ത് ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുവന്നു. അത് അടുത്ത് തന്നെ കിടക്കണ്ടായിരുന്നു. ഇയാൾ മരിച്ചു കിടക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മയും കിടക്കട്ടെ, വീട്ടിൻ്റെ ഉമ്മർ തന്നെ. സംഭവം നടന്നിരിക്കുന്നത് ഏകദേശം ഒരു 10 മണി ഉണ്ടാവും. 10 മണി രാവിലെ തന്നെയാണ്. രാവിലെ തന്നെ 10 മണി 9-10 മണിക്കാണ് ഈ സംഭവം നടന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇയാള് പുറത്ത് നിങ്ങളുടെ നാട്ടുകാരുടെ പുറത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ, അതായത് വെളിയിൽ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ട് നടക്കാന്നുള്ള കുറച്ചൊക്കെ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മളത് വിശ്വസിച്ചു. പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യില്ല. കാരണം മറ്റുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പുള്ളിക്ക് പേടിയാണെന്നുള്ള അറിയില്ല. മറ്റുള്ളവരടുത്തൊക്കെ ആൾ നല്ല രീതിക്ക് ഇനി ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കില്ല, പെട്ടുപോയി അബദ്ധം പറ്റിപ്പോയതാണ്, എന്നുള്ള ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം ഇത് പെട്ടുപോയി. ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാൾക്ക് ജീവനുണ്ട്. ഞാനും ആളും കൂടിയാണ് ഫസ്റ്റ് ചെന്നത്. അപ്പോൾ ഈ സുധാരൻ പറയുന്ന ആള് അവിടെ വെട്ടുകൊണ്ട് താഴെ വന്ന് ദത്തായി, ഓൾറെഡി ദത്തായി. ഈ അമ്മ അവിടെ കിടന്ന് പടയുണ്ടായിരുന്നു. ഈ അമ്മനെ വേഗം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവിടുത്തെ SI ആംബുലൻസ് വിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ ആംബുലൻസ് വന്ന് ഈ പടയുന്ന അമ്മയെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ നെന്മാറ ആശുപത്രി എത്തിച്ചു. അവിടെ എത്തിയെന്ന് ഡോക്ടർ പറഞ്ഞു ആൾ മരിച്ചു എന്ന് പറഞ്ഞു. നല്ല വെട്ടായിരുന്നു, കഴുത്തിലൊക്കെ നല്ല വെട്ടുണ്ട്. 2 കഴുത്തിൽ കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സൈക്കോയാണ്. നേരത്തെ ഒരു കൊലപാതക ഉദ്യോഗം നടത്തിയതാണ്. ഇയാളുടെ പ്രകോപനത്തിന് കാരണം എന്താണ്? ഇയാളെ ഒരു മാനസിക രോഗി. മെല്ലടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇയാളുടെ ഉമ്മർത്തുനിന്ന് വേറെ പുതിയ ഡ്രസ്സ് മറ്റേ സംഭവം ഇട്ട് വേറെ ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. സജിതയെ പണ്ട് കൊലപ്പെടുത്താൻ കൊന്നിട്ടുണ്ടായിരുന്നു. സജിത കാരണം ഇയാളുടെ ഭാര്യനെ ഇയാളുമായിട്ട് പിണങ്ങിപ്പോയി. ആ കാരണം ഈ സരിതയാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കൊലപാതകം ചെയ്തത്. പക്ഷെ അതൊന്നും അല്ല, അയാളൊരു മാനസിക രോഗിയാണ്. തന്നെയാണ്. ഏതായാലും
നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിലാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ചെന്താമര എന്ന വ്യക്തി ഒരു മാനസിക രോഗിയാണ്. അതല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന വ്യക്തിയാണ്. അങ്ങനെ പ്രകോപനമാണ് പെട്ടെന്ന് ഉണ്ടായി 2019 സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിന് ശേഷം ജയിലിലായിരുന്നു. പിന്നെ പരോളിൽ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ സജിതയുടെ ഭർത്താവിന്റെ മാതാവിനെയും കൂടെ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ, ഇയാളുടെ മൂന്നാമത്തെ കൊലപാതകം, അതായത് ഒരു കൊലപാതകം ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ രണ്ടു പേർ ഇതിന് മുൻപത്തെ കൊലപാതകത്തിന് സാക്ഷി പറഞ്ഞു എന്നതാകാം ഈ വൈരാഗ്യത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. അരുൺ, കേൾക്കാമെങ്കിൽ ഇത് മൂന്നാമത്തെ കൊലപാതകമാണ്. ഇയാൾ സൈക്കോയാണ്, മാനസിക നില തെറ്റിയ ആളാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ കൊലക്കേസ് പ്രതിക്ക് ജാമ്യം നൽകുന്നു, തിരിച്ചു വരുന്നു. നേരത്തെ കൊന്നയാളുടെ ഭർത്താവിനെയും അമ്മായിയെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെയും വെട്ടിക്കൊല്ലുന്നു, അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നു. സ്വാഭാവികമായും ആദ്യ കൊലയിലെ സാക്ഷികൾ ഒരുപക്ഷെ ഇവരാകാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഇവരാകാം. അതൊക്കെ ആകാം കാരണം. നാട്ടുകാർ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഈ സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ യുവതി, അതായത് ഈ ചെന്താമരയും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്താമരയുടെ ഭാര്യ അവിടെ നിന്നും വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയിരുന്നു. അതിന് കാരണക്കാരി സജിതയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജിതയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇയാൾ ജയിലിൽ പോവുകയും പിന്നീട് ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയപ്പോൾ നാട്ടുകാരോടൊക്കെ ആദ്യം നല്ല നിലയിലായിരുന്നു സംസാരിച്ചത്. തനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി ഇത്തരത്തിലൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെയാണ് നാട്ടുകാരോട് ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായത്. ഈ സജിതയുടെ ഭർത്താവും അതുപോലെ തന്നെ അമ്മയും, ഭർത്താവ് സുധാകരനും അമ്മ ലക്ഷ്മിയും, അതായത് സജിതയുടെ ഭർത്താവിൻ്റെ അമ്മ ലക്ഷ്മിയും ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് ഇത്തരമൊരു ക്രൂര കൊലപാതകം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ, സജിതയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ പ്രധാന സാക്ഷികൾ ഈ അമ്മയും മകനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷികളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇയാൾ വളരെ മാനസിക ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണ്. ചെറിയ ചില കാര്യങ്ങൾക്കൊക്കെ പ്രകോപിതനാവും. ഇവരുടെ തൊട്ട അയൽപക്കം തന്നെയാണെങ്കിൽ പോലും ചില നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അതിനെ എതിരെ ഇയാൾ പറയും. അല്ലെങ്കിൽ നല്ല നിലയ്ക്ക് ആരെങ്കിലും ജീവിക്കുന്നത് കണ്ടാൽ അവരോട് ഇയാൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇയാൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മാനസിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് ഈ ചെന്താമര. ആ ചെന്താമര ഏതായാലും ജയിലിൽ നിന്ന് വന്നപ്പോഴെങ്കിലും ഇനി നല്ല നിലയ്ക്ക് ജീവിക്കുമെന്നാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുകയായിരുന്നു. ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടെയാണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നത്. ആദ്യം ഈ രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയതോടെ നാട്ടുകാരാണ് ഈ ഓടിയെത്തിയത്. അല്പം സമയം മുൻപ് സംസാരിച്ച നാട്ടുകാരാണ് അവിടേക്ക് ആദ്യം ഓടിയെത്തിയത്. നാട്ടുകാർ ഓടിയെത്തിയ സമയത്ത് സുധാകരൻ മരിച്ചിരുന്നു, ലക്ഷ്മി ജീവനുണ്ടായിരുന്നു. ലക്ഷ്മി വലിയ രീതിയിൽ പെടയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ പോലീസിലെ വിവരം അറിയിച്ചു. അതിനുശേഷം ഇരുവരെയും നെന്മാറയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും രണ്ടുപേരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ചെന്താമരയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇയാളെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും ഈ രണ്ടുപേരുടെയും മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ ഇൻക്വസ്റ്റും മറ്റും പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ്. അരുൺ, ഇയാൾ മാനസിക രോഗിയാണെന്നും മാനസിക വൈകൃതമുള്ള ആളാണെന്നും അല്ലെങ്കിൽ സൈക്കോ ആണെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് ഒരു കൊലപാതക കേസിൽ അറസ്റ്റിലാകുന്ന ഒരാൾ, അയാളുടെ മാനസികാവസ്ഥ ഈ ജയിലിലുള്ളവർക്ക് അല്ലെങ്കിൽ പോലീസിന് അറിയാൻ ഇത്ര പ്രയാസമുണ്ടോ? അല്ലെങ്കിൽ അയാൾ അവിടെ നല്ലയാളായി അഭിനയിക്കുകയും പുറത്തിറങ്ങി വീണ്ടും സൈക്കോ ആവുകയും ചെയ്യുന്നു? ഏതാണ് വിശ്വസിക്കേണ്ടത്? തീർച്ചയായും നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ചെന്താമര എന്ന വ്യക്തി വളരെ മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്, ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന തരത്തിലാണ് ഇവർ പറയുന്നത്.
പക്ഷേ എങ്കിലും നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ അയാളെ പരോളിൽ വിടുന്നതും ഒപ്പം തന്നെ അയാളെ കൂടുതൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുണ്ടായില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാനസിക വൈകൃതങ്ങളോ മറ്റൊന്നും പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ മാസം ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുൻപാണ് ഇങ്ങനെ പരോളിൽ ഇറങ്ങി വീണ്ടും രണ്ട് അരുങ്കൊലകൾ കൂടി ഈ വ്യക്തി നടത്തിയിരിക്കുന്നതെന്നാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പോലീസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ പ്രതിയെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് അതിനുവേണ്ടിയുള്ള അന്വേഷണം വലിയ രീതിയിൽ ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മറയുകയായിരുന്നു ഇയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായിട്ട് തന്നെ ആദ്യം സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം ജയിൽ ശിക്ഷ ലഭിക്കുന്നു, ആ ജയിൽ ശിക്ഷ ലഭിച്ച് ആ ജയിൽ ശിക്ഷയിൽ നിന്നും പെട്ടെന്ന് പരോൾ ലഭിക്കുന്നു, പരോൾ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു, പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരുടെ മുന്നിലൊക്കെ താൻ എല്ലാം തിരിച്ചറിഞ്ഞു, ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ നാട്ടുകാരോട് ഏറ്റുപറയുന്നു. അതിനുശേഷമാണ് ഈ ചെന്താമര ഇത്തരമൊരു ക്രൂര കൊലപാതകം അരുങ്കൊല നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതും സംശയിക്കേണ്ടതുണ്ട്. അത് പോലീസിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിലേതായാലും ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ആലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മരിച്ച സുധാകരന്റെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയുമാണ്. ശരി, ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സ്വഭാവ വൈകൃതമുള്ള ഒരാൾ സാക്ഷികളായ മകനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നു. രാവിലെ 10 മണിക്കാണ് സംഭവിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തു.